ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് പ്രധാനമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ടൈറ്റിലായിട്ടാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡിഫറെൻറ്റ് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതിലാണ് കൂളംസ് ലോസ് ഉള്ളത്. അതുപോലെ തന്നെ വാട്ട് ഈസ് കപ്പാസിറ്റൻസ്, പാരലൽ കപ്പാസിറ്റർ, സ്ഫെറിക്കൽ കപ്പാസിറ്റർ, different types of capacitors, series and parallel connection, energy stored in a capacitor. ഇത്രയും കണ്ടൻറ്റുകളാണ് പ്രധാനമായിട്ട് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രധാനമായിട്ടും വരാറ്. ബാക്കി ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ച് കൂടുതൽ തിയറി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലം വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ പുസ്തകം നോക്കി കുറച്ചും കൂടി ഡീപ്പിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പ്രധാനമായിട്ട് കൂളംസ് ലോസ് ഉണ്ട്. ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ കൂളംസ് ലോ എന്ന് പറയുന്ന ലോസ് രണ്ടെണ്ണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് കൂളംസ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ഈസ് കൂളംസ് സെക്കൻഡ് ലോ. എന്താണ് കൂളംസ് ഫസ്റ്റ് ലോ ഡെഫിനിഷൻ? നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ. അപ്പോൾ കൂളംസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ലൈക്ക് ചാർജ്ഡ് ഒബ്ജക്ട്സ് ഓർ ബോഡീസ് ഓർ പാർട്ടിക്കിൾസ്, അതായത് ലൈക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ളോ. പോസിറ്റീവ് ആകുമ്പോൾ ലൈക്ക് ചാർജസ് ആയി. അൺലൈക്ക് ചാർജ് എന്നാൽ പ്ലസും മൈനസും പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളതാണ് അൺലൈക്ക് ബോഡീസ് എന്ന് പറയുന്നത്, ചാർജ് ബോഡീസ്. അപ്പോൾ എന്താ എഴുതിയേക്കുന്നത്? കൂളംസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ലൈക്ക് ചാർജ്ഡ് ഒബ്ജക്ട്സ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജ് ഒബ്ജക്ട്സ് ആർ അട്രാക്ട് ഈച്ച് അതർ. അതായത് പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡിയും ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡിയും കൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള ഒരു ബോഡിയും അല്ലെങ്കിൽ പാർട്ടിക്കിളും നെഗറ്റീവ് ചാർജുള്ള വേറൊരു ബോഡിയും കൂടി വന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും. അതേസമയം പോസിറ്റീവ് ചാർജുള്ള ബോഡിയും നെഗറ്റീവ് ചാർജുള്ള ബോഡിയും കൂടി വന്നു കഴിഞ്ഞാൽ അത് അട്രാക്റ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ബോഡിയും പോസിറ്റീവ് ചാർജുള്ള ബോഡിയും കൂടി അടുത്ത് വന്നാലും അത് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതാണ് കൂളംസ് ഫസ്റ്റ് ലോ. അപ്പോൾ കൂളംസ് ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? It states that the like charged objects repel each other and unlike charged objects attract each other. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് തോന്നുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കൂളംസ് സെക്കൻഡ് ലോ. കൂളംസ് സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ രണ്ട് ഡിഫറെൻറ്റ് ചാർജുള്ള ബോഡികൾ അല്ലെങ്കിൽ ഒരേ ചാർജുള്ള ബോഡി തമ്മിലുള്ള ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ. അട്രാക്ഷൻ വരുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ചാർജസ് ആണെങ്കിൽ അട്രാക്ഷൻ വരും, സെയിം ആയിട്ടുള്ള ചാർജുള്ള ബോഡി ആണെങ്കിൽ റിപ്പൽഷൻ വരും. ആ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇലക്ട്രിക്കലി ചാർജ് ഒബ്ജക്ട്സ്, രണ്ട് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് തമ്മിലുള്ള ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദെയർ ചാർജസ്. അവരുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്, അതായത് Q1 Q2 രണ്ട് ബോഡീസ് ഉണ്ട്. ഒന്നിൻ്റെ ചാർജ് Q1 മറ്റേതിൻ്റെ ചാർജ് Q2 ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡുമായിട്ട് ഡയറക്റ്റ്ലി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഡി സ്ക്വയറിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിട്ടാണ് വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചോ? അപ്പോൾ കൂളംസ് സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ഇലക്ട്രിക്കലി ചാർജ്ഡ് ഒബ്ജക്ട്സ് is directly proportional to the magnitude of their charge and inversely proportional to the square of the distance between them. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൂളംസ് സെക്കൻഡ് ലോയുടെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? Q1 is proportional to Q1 Q2. Q1 is the charge of first body and Q2 is the charge of second body. അങ്ങനെയാണെങ്കിൽ force between them is directly proportional to Q1 into Q2. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ദാറ്റ് ഈസ് F ഈസ് പ്രൊപ്പോർഷണൽ ടു 1/d². എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി ക്വാണ്ടിറ്റി. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു ദ ഇൻവേഴ്സ് ഓഫ് ദി ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് കോൾഡ് F ഈസ് പ്രൊപ്പോർഷണൽ ടു 1/d². അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡ് ബൈ d². or F is equal to K into Q1 Q2 by d². And we can see that F is the repulsion or attraction force between the two charged objects. Q
Q1, Q2 are the electrical charged objects. അതായത് ഒബ്ജക്ട്സിൻ്റെ ചാർജിനെയാണ് പറയുന്നത്. Q1, Q2 ആർ ദ ചാർജസ് ഓഫ് ദി ഒബ്ജക്ട്സ്. D is the distance between the center of two charged objects. ആ രണ്ട് ചാർജ്ഡ് ഒബ്ജക്ട്സിൻ്റെയും സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. K is a constant that depends upon the medium in which charged objects are placed. In SI system as well as NKS system, K is equal to 1 by 4 pi epsilon r. Hence the above equation becomes അങ്ങനെയാണ് പറയുന്നത്. 1 by K എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് എന്താണ്? 1 by 4 pi epsilon r or epsilon r എന്ന് പറഞ്ഞാൽ epsilon 0 epsilon r ആണ് അബ്സൊല്യൂട്ട് പെർമിറ്റിവിറ്റിയും അതുപോലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും. എപ്സിലോൺ 0 എന്ന് പറയുന്നത് അബ്സൊല്യൂട്ട് പെർമിറ്റിവിറ്റിയും എപ്സിലോൺ r എന്ന് പറയുന്ന റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും. ഓക്കെ, അപ്പോൾ ഈ എപ്സിലോൺ 0 എപ്സിലോൺ ഇൻറ്റു r എന്ന് പറയുന്നതാണ് എപ്സിലോൺ. ആൻഡ് എപ്സിലോൺ 0 ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8.854 ഇൻറ്റു 10⁻⁻12 ഫറാഡ് പെർ മീറ്റർ. Epsilon 0 is equal to 8.854 into 10⁻⁻12 ഫറാഡ് പെർ മീറ്റർ. ചില ടെസ്റ്റുകളിൽ 8.958 എന്ന് കാണുന്നുണ്ട്. അത് ചില ഇതിൽ ടെസ്റ്റുകളിൽ അത് പറയുന്നുണ്ട്. നിങ്ങൾ എടുത്താൽ മതി. 8.854 ആണ് ഇന്ത്യൻ ബുക്കുകളിലെല്ലാം കാണുന്നത്. 8.854 into 10⁻⁻12 ഫറാഡ് പെർ മീറ്റർ. അതാണ് അതിൻ്റെ യൂണിറ്റ്. ഫറാഡ് പെർ മീറ്റർ ആണ് കെയുടെ യൂണിറ്റ്. Then electric field. Electric field is an electric property. അതൊരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് പോയിൻ്റ് ഇൻ സ്പേസ് വെൻ ചാർജ് ഈസ് പ്രസൻറ്റ് ഇൻ എനി ഫോം. അതായത് ഏത് ബോഡിയിലും ഇലക്ട്രിക്കൽ ചാർജ് വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റുമായിട്ടൊരു ഫീൽഡ് ഉണ്ടാവും. അതിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദി സ്ട്രെങ്ത് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് E അറ്റ് എനി പോയിന്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഇലക്ട്രിക് ഓർ കൂളം ഫോഴ്സ് എക്സർട്ടഡ് per unit positive electric charge Q at that point, or simply E is equal to F by Q. E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, ഫോഴ്സ് F ആണെങ്കിൽ, Q എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇലക്ട്രിക് ചാർജ് എങ്കിൽ, ആ യൂണിറ്റ് ഏരിയയിൽ ഇതിൽ വരുന്ന സ്ട്രെങ്തിനെയാണ് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ E ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ F ഡിവൈഡ് ബൈ സ്മോൾ q. ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചിരിക്കുക. Then capacitance definition. The capacitance C of a capacitor is defined as the ratio of the magnitude of the charge on either conductor to the potential difference between the conductors. The SI unit of the capacitance is farad. അതായത് C is equal to Q by V എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഡെഫിനിഷൻ. C is equal to Q by V, where C is the capacitance, Q is the charge and V is the voltage between the plates. Or Q is equal to CV. C is the capacitance, farad per meter, or C by V, coulomb per voltum പറയാറുണ്ട്. കൂളം പെർ ന്യൂട്ടൺ മീറ്റർ പറയാറുണ്ട്. നോർമലി നമ്മൾ ഫറാഡാണ് പഠിക്കുന്നത്. ദെൻ കപ്പാസിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് ജോമെട്രി ആൻഡ് മെറ്റീരിയൽ. ആ കപ്പാസിറ്റൻസ് പ്രധാനമായിട്ടും തിരിക്കുന്നത് അതിൻ്റെ ഷേപ്പ് എന്താണ്, അതെന്ത് മെറ്റീരിയലാണ്, ഡൈഇലക്ട്രിക്, ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടായിരിക്കും കപ്പാസിറ്റൻസ് തീരുമാനിക്കുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റൻസ് പാരലൽ ആൻഡ് സീരീസ് കോമ്പിനേഷൻ. അതും ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടാണ് കൂടുതലായിട്ട്, ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തിയറി പോർഷൻസ് അത്യാവശ്യം വേണ്ടത് മാത്രം പഠിക്കുകയും ബാക്കി പ്രോബ്ലം സോൾവ് ചെയ്യുകയുമാണ് ഈ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് C1 C2 എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ C ഈക്വലൻ്റ് ആണ്. ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം C1 പ്ലസ് C2. ഇത് Q എന്ന് പറയുന്ന രണ്ടിൻ്റെയും ചാർജ് കൂടിയതാണെങ്കിൽ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു C ഈസ് ഈക്വൽ ടു ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് ഓർ ടോട്ടൽ കപ്പാസിറ്റൻസ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്. അതായത് C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2. അപ്പോൾ പാരലൽ കണക്ഷന് സീരീസ് റെസിസ്റ്റൻസ് കണക്ഷൻ്റെ ഓപ്പോസിറ്റാണ്. റെസിസ്റ്റർ പാരലാവുമ്പോൾ 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് നമ്മൾ പഠിച്ച പോലെ
ഇവിടെ പാരലാവുമ്പോൾ ഇവിടെ സമ്മാണ്, അതായത് C=C1 പ്ലസ് C2 പ്ലസ് C3. ദെൻ സീരീസ് കോമ്പിനേഷനിൽ എന്താ ചെയ്യുന്നത്? നേരെ അതുപോലെ തന്നെ 1/C ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് ആണ് C എങ്കിൽ 1/C സം ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ദി ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എക്സെട്ര എക്സെട്ര. ദെൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് 120 Newton. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ് ഈസ് ഡബിൾഡ്, ദ ഫോഴ്സ് വിൽ ബി 60 Newton, 30 Newton, 14 Newton ആൻഡ് 50 Newton. ഇതാണ് ചോദ്യം. ചോദ്യം കണ്ടല്ലോ. നമുക്ക് ചോദ്യം ഇതാണ്, ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/d². അല്ലേ? ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/d². ദാറ്റ് ഈസ് ഇക്വൽ ടു, ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 120 ആണ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് 120 ആണ്, ന്യൂട്ടൺ ആണ്, 120 Newton ആണ്. ആൻഡ് ഡി ഈസ് കൺവേർട്ടഡ് ടു 2D, ഇരട്ടിയാക്കി. ദാറ്റ് ഈസ് F ഈസ് പ്രൊപ്പോർഷണൽ ടു 1/2D the whole square. That is equal to എന്ത് വരും? 1/4D². അപ്പോൾ ഫോഴ്സ് എന്തായിരിക്കും? 1/4 ആയിട്ട് മാറി. ഫോഴ്സ് 1/4 ആയിട്ട് മാറി. 1/d² സ്ഥാനത്ത് 1/4D² ആയി. അപ്പോൾ അതെങ്ങനെ വരും? 120 ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 Newton. ഇതാണ് ആൻസർ. The direction of electric field due to positive charge is away from the charge, towards the charge, both A and B, none of the above. പോസിറ്റീവ് ചാർജ് മൂലമുണ്ടാകുന്ന ചാർജിൻ്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണ്? എവേ ഫ്രം ദ ചാർജാണ്. പ്ലസിൽ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്, മൈനസിലേക്കാണ് തിരിച്ചു വരുന്നത്. ഓക്കെ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, the A field line and an equipotential surface. Equipotential സർഫസും ഫീൽഡ് ലൈനും തമ്മിൽ കറക്റ്റ് 90 ഡിഗ്രിയാണ്, ഓൾവേസ് അറ്റ് 90 ഡിഗ്രി. നേരെ വെർട്ടിക്കലായിട്ടാണത് ഈക്വിപൊട്ടൻഷ്യൽ സർഫസും വരുന്നത്. ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്, അതിൻ്റെ കറക്റ്റ് സെൻറ്ററാണ് ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡ് ലൈനും ആ ഈക്വിപൊട്ടൻഷ്യൽ സർഫസും കൂടി 90 ഡിഗ്രിയിൽ തന്നെ വരും. Then seventh question, the ability of a charged bodies to exert force on another is attributed to the existence of. The ability of charged bodies to exert force on another is attributed to the existence of electric field. ഇലക്ട്രോൺസോ പ്രോട്ടോൺസോ ന്യൂട്രോൺസോ അല്ല ഇവിടെ ബാധകം. ചാർജ് ബോഡിയുടെ എബിലിറ്റി ഒരു ഫോഴ്സ് അട്രാക്ട് ചെയ്യണമെന്ന് എന്ത് വേണം? ഇലക്ട്രിക് ഫീൽഡാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ദെൻ ഇഫ് ദ ഷീറ്റ് ഓഫ് ബേക്കലൈറ്റ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ആൻ എയർ കപ്പാസിറ്റർ, ദ കപ്പാസിറ്റൻസ് വിൽ. അപ്പോൾ ഓൾറെഡി എയർ കപ്പാസിറ്റർ ആയിരുന്നു, അതിൻ്റെ ഡയലക്ട്രിക് എയർ ആയിരുന്നു. അത് ബേക്കലൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ ചോദ്യം? The capacitance will decrease, increase, remain uncharged, become 0. എയറിനേക്കാളും ബേക്കലൈറ്റിൻ്റെ എന്താണ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വളരെ സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ തിക്നെസ് കുറയും. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ലെസ് ദാൻ എയർ ആണ്. എയറിനേക്കാളും പെർമിറ്റിവിറ്റി കുറവായതുകൊണ്ട് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും, പെർമിറ്റിവിറ്റി കൂടുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ബി, ആൻസർ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ദെൻ എ കപ്പാസിറ്റർ സ്റ്റോർസ് 0.24 coulombs അറ്റ് 10 volt. ഇറ്റ്സ് കപ്പാസിറ്റൻസ് ഈസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് C is equal to Q/V. ഇവിടെ Q എത്രയാണ്? 0.24. V എത്രയാണ്? 10. അപ്പോൾ 0.24 ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 0.024. 0.24 ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 0.024 ഫറാഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ എ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
Then for making a capacitor, it is better to select dielectric having low permittivity, high permittivity, permittivity same as that of air, permittivity slightly more than that of air. ഹൈ പെർമിറ്റിവിറ്റി ഉള്ളതാണ് കപ്പാസിറ്റൻസ് ഉണ്ടാക്കാനായിട്ട് നല്ലത്, ഡയലക്ട്രിക് നല്ലതാണ്. അപ്പോൾ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ദ യൂണിറ്റ്സ് ഓഫ് കപ്പാസിറ്റൻസ് ആർ, നമ്മൾ നേരത്തെ പഠിച്ചു യൂണിറ്റ്സ് ഓഫ് കപ്പാസിറ്റൻസ് ഫരാഡ് പെർ മീറ്റർ ഓർ കൂളം പെർ വോൾട്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വോൾട്ട്സ് പെർ കൂളം അല്ല, കൂളംസ് പെർ വോൾട്ട് ഉണ്ട്, ഓംസ് ഉണ്ട്, ഹെൻറി പെർ വെബർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്, കൂളംസ് പെർ വോൾട്ടാണ് ഇതിൻ്റെ ആൻസർ. ദെൻ ഇഫ് 15 മൈക്രോഫാരഡ് കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ദ നെറ്റ് കപ്പാസിറ്റൻസ്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്ന 15, 3 എണ്ണം ഉണ്ട്. അതുകൊണ്ട് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 15 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈക്രോ ഫറാഡ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്, പാരലാണെങ്കിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ദെൻ ഇഫ് 310 mu ഓഫ് കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് പാരലൽ, പാരലാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് C ഈസ് ഈക്വൽ ടു C1 + C2 + C3 എക്സെട്ര. ഇവിടെ എന്ത് വരും? 10 + 10 + 10 or 10 × 3 ഈസ് ഈക്വൽ ടു 30 mu ഓഫ്. ദെൻ 14ാമത്തെ ചോദ്യം ഇതാണ്. ദി ഇലക്ട്രിക് മെറ്റീരിയൽ മസ്റ്റ് ബി എ റെസിസ്റ്റർ, ഇൻസുലേറ്റർ, ഗുഡ് കണ്ടക്ടർ, സെമി കണ്ടക്ടർ. ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഷുഡ് ബി ഇൻസുലേറ്റർ, ഇറ്റ് ഷുഡ് ബി ഇൻസുലേറ്റഡ്. കണ്ടക്ടർ ആവാൻ പാടില്ല, സെമി കണ്ടക്ടർ ആവാൻ പാടില്ല, റെസിസ്റ്റൻസ് ആവാൻ പാടില്ല, ഇറ്റ് ഷുഡ് ബി ഇൻസുലേറ്റഡ്. 15th question. An electrolytic capacitor used for DC only, AC only, see both DC as well as AC. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത പോളാർ കപ്പാസിറ്റർ ആയിരിക്കും മിക്കവാറും. യൂണിപോളാർ കപ്പാസിറ്റർ ഒക്കെ ഉണ്ട് ഇപ്പോൾ, പക്ഷേ പോളാർ കപ്പാസിറ്റർ ആയതുകൊണ്ട് അത് ഡി സിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റെക്ടിഫയർ ഒക്കെ ആണെങ്കിൽ റെക്ടിഫയറിൻ്റെ ഫിൽറ്ററൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ എ സിയും ഡി സിയും ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉപയോഗിക്കാറില്ല. Then next question, the capacitance of a capacitor is not affected by the distance between plates, area of plates, thickness of the plates, all of the above. അത് ചോദ്യം വളരെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ചോദ്യമാണ്. ചോദിച്ചേക്കണ ഇതാണ്, ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ, അഫക്റ്റ് ചെയ്യാത്ത ഏതാണെന്ന് ചോദിച്ചാൽ കപ്പാസിറ്റൻസ് എപ്പോഴും ഡിസ്റ്റൻസുമായിട്ട് ബന്ധമുണ്ട്, ഏരിയ ആയിട്ട് ബന്ധമുണ്ട്, അതുപോലെ തന്നെ തിക്നെസ് ഓഫ് ദി പ്ലേറ്റിൻ്റെ തിക്നെസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 plates of a parallel plate capacitor after being charged from a constant voltage source. ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സിൽ നിന്ന് ചാർജ് ചെയ്ത ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ സെപ്പറേറ്റഡ് അപ്പാർട്ട് ബൈ മീൻസ് ഓഫ് ഇൻസുലേറ്റഡ് ഹാൻഡിൽസ്. ചാർജ് ചെയ്ത പ്ലേറ്റുകളാണ്, അത് മാറ്റുവാണ്, സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ദ വോൾട്ടേജ് അക്രോസ് ദ പ്ലേറ്റ് ഇൻക്രീസസ്, ഒരു കാരണവശാലും ഉണ്ടാവില്ല. ദ വോൾട്ടേജ് അക്രോസ് പ്ലേറ്റ്സ് ഡിക്രീസസ്, ചാർജ് ഓൺ ദി കപ്പാസിറ്റർ ഡിക്രീസസ്, ചാർജ് ഓൺ ദി കപ്പാസിറ്റർ ഇൻക്രീസസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വോൾട്ടേജ് അക്രോസ് ദ, അതായത് ചാർജ് ചെയ്ത 2 പ്ലേറ്റുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തിരിക്കുമ്പോഴാണ് ആ ചാർജ് ഉണ്ടാവുള്ളൂ, അകലേക്ക് പോകുമ്പോൾ വോൾട്ടേജ് ഉണ്ടാവില്ല, അക്രോസ് ആയിട്ട് വോൾട്ടേജ് കുറയുന്നു. If AC voltage is applied to the capacitive circuit, the alternating current can flow in the circuit because ഒരു എ സി വോൾട്ടേജ് കപ്പാസിറ്റീവ് സർക്യൂട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ? കപ്പാസിറ്ററിൽ കൂടി ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും, ഡി സിനെ ബ്ലോക്ക് ചെയ്യും, എ സിനെ കടത്തിവിടുന്ന ഒരു സർക്യൂട്ടാണ് കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത്. എ സിനെ കടത്തിവിടും, ഡി സിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതിൽ ചോദിച്ചേക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ദ വേരിയിങ് വോൾട്ടേജ് പ്രൊഡ്യൂസസ് ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് കറണ്ട്സ്, ദെൻ ഓഫ് ഹൈ പീക്ക് വാല്യൂ, ചാർജിങ് കറണ്ട് ക്യാൻ ഫ്ലോ, ഡിസ്ചാർജ് കറണ്ട് ക്യാൻ ഫ്ലോ. അപ്പോൾ ഇവിടെ എ സി വോൾട്ടേജ് ആയതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കും. ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു വേരിയിങ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ കടത്തിവിടാം.
അതുകൊണ്ടാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെസിപ്പേഷൻ ഫാക്ടർ ഓഫ് എ ഗുഡ് ഡയലക്ട്രിക് ഓഫ് ദി ഓർഡർ ഓഫ്. ഡെസിപ്പേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഡെസിപ്പേഷൻ ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി റേഷ്യോ ബിറ്റ്വീൻ ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ടു ഇറ്റ്സ് റെസിസ്റ്റൻസ് അറ്റ് എ സ്പെസിഫിക് ഫ്രീക്വൻസി. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ കപ്പാസിറ്റൻസും റിയാക്റ്റൻസും തമ്മിലുള്ള റേഷ്യോയാണ് എന്ത് പറയുന്നത്, അതിൻ്റെ റേഷ്യോയുടെ റെസിപ്രോക്കലാണ് ഡെസിപ്പേഷൻ ഫാക്ടർ. അത് നോർമലി വളരെ കുറവാണ്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. A is equal to 0.0002.